ഹലോ ഹായ്. അപ്പം നമ്മളിതേ മൂകാംബികയിൽ പോവുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ്. ഫാമിലിയിൽ എല്ലാവരും കൂടി ചേർന്ന് ഒരടിച്ചു പൊളിച്ച് ഒരു മൂകാംബിക ട്രിപ്പ് പോയി കേട്ടോ. അപ്പോൾ കയറിയ പാടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം ഞാൻ ചെറിയൊരു ഉണ്ണിയപ്പമാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അമ്മ പൊതിച്ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്ന ധൃതിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. കുറേ നേരം ഇങ്ങനെ പൊതികെട്ടി വെച്ചതുകൊണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞത് ഇത് ഞാൻ രാവിലെ എണീറ്റിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചു, നേരെ കയറി കിടന്നുറങ്ങി. അപ്പോൾ ഇത് രാവിലെ എണീറ്റിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ ക്ലിപ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. കാണാൻ നല്ല ഭംഗി തോന്നിയപ്പം എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നത് വിനുവിനെ ഒന്ന് കാണാം. അത് കഴിഞ്ഞത് എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ലഗേജൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോയത്. അപ്പം അതേ ഞാനും അനിയത്തിയും കൂടി എന്താണ്ടൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അനിയൻ വന്നിരുന്നു. ഇനിയാണ് ഗൈസ് ഒരു കോമഡി സീൻ നടക്കാൻ പോകുന്നത്. കോഫി കൊണ്ട് വെച്ചു. അപ്പോൾ കോഫി അടിക്കാൻ എനിക്കറിയാമെന്നുള്ള ഇതിലാണ് പിന്നു കോഫി അടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കോഫി കുടിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാൻ പറഞ്ഞപ്പോൾ അവനവിടെ ഇരുന്ന് ഇങ്ങനെ പാട്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഇതിൽ കോമഡി സീനാണ്. ഇവൻ കുടിച്ച് നോക്കുന്നതിന് മുന്നേ ആയിട്ട് പറഞ്ഞു അടിപൊളി കോഫിന്ന്. കോമഡി സീനായിരുന്നു കേട്ടോ അത്. ഇത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരു സീനായിരുന്നേ. അത് കാരണം ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഗീ റോസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. സത്യം പറയാമല്ലോ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റേ അല്ല. എനിക്കിഷ്ടമായില്ല. ഞാൻ അത്രയും കഴിച്ചില്ല ആക്ച്വലി. ഒന്നാമത്തെ കാര്യം എനിക്ക് ഫുഡ് വേണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതായിരുന്നു നമ്മൾ കഴിക്കാൻ കയറിയ ഹോട്ടലിൻ്റെ പേര്. പിന്നെ അത് കഴിഞ്ഞ് ബസ് കയറി കുറേ സമയം കഴിഞ്ഞപ്പം നമ്മളിതേ പാട്ട് പാടാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരും പാട്ട് പാടുന്ന സീനാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ചെറിയ പാട്ട് പാടുന്ന ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടേ. അതിൽ നാം ഒന്നായാടി പാടി വന്നൊരു പൊന്മനമേ കണ്ടു ഞാൻ ഒരു മധുരക്കിനാവില്ലരിയിലെങ്ങും കുടമുല്ല പൂവിരിഞ്ഞു അതിശയം വന്നത്തിൽ പൂച്ചിയുടുമ്പ് ഓയിലുള്ള അതിശയം തുളസിയും കാറ്റും അതിശയം ഗുരുനാഥയില്ലാതെ കുയിൽ പാട്ടും അതിശയം അതിശയമേ അസந்து പോകും നീ എൻ്റെ അതിശയം കൽ തോன்று മൺ തോன்று കടൽ തോன்றும் മുന്നാലെ മുന്താന കാറിൽ അതിശയം കുഞ്ഞി പറന്ന് കൂട്ടിലെത്തൂലേ നിറയെ ചിന്നി ചിലർ കൊതിയായി താമരപ്പൂവിൽ വാഴും പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ നിന്റെ തിരുനടയിൽ അറുനേ തിരിക്കതിരായി ആരുമറിയാതെ എന്നും സാന്ദ്രചന്ദ്രഗന്ധമാനി മണ്ണ് പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടൽ എത്തുന്ന പദനിസ്വരം പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊന്നേ മന്ത്രണം
പിന്നെയും പിന്നെയും ആരോ ആരോ പാട്ടിൻ ദീനം നീയാണ് കാണാതെ കണ്ണിൽ मेरी प्रेम कहानी है मुश्किल പടമാകട്ടെ വെള്ളമേ പുള്ളില്ല ഭരതന്റെ പൊളിച്ചു ചാടിയതല്ലേ അങ്ങനെ ഒത്തിരി കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇതേ മൂകാംബിക എത്തിയേ. അപ്പോൾ മൂകാംബിക എത്തിയപ്പോൾ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അന്നേരം എന്തേ കുറേ മങ്കീസൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിതേ റൂമിലെത്തി. എന്നിട്ട് അതേ ഫ്രഷായി ഇനി അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ അവിടെ നമ്മളെല്ലാവരും കൂടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നു. ഏകദേശം ഉച്ചയായി നമ്മൾ മൂകാംബിക എത്തിയപ്പോൾ. അങ്ങനെ ദേ നമ്മൾ മൂകാംബികയിലോട്ട് തൊഴാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്ന് കുറച്ചൊന്ന് നടക്കാനായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സോളം നമുക്ക് അവിടെ നിന്ന് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന അമ്പലത്തിലെത്തി. അവിടെ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് തൊഴാനായിട്ട് കയറിയത്. അപ്പോൾ അവിടെ നമ്മൾ ക്യൂ നിന്ന് തൊഴുതു. വലിയ ക്യൂ ഒന്നും അല്ലായിരുന്നു. പിന്നെ അതേ അമ്മൂമ്മ വരുന്നുണ്ട് തൊഴുതിട്ട്. അങ്ങനെ അമ്മൂമ്മ വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം അമ്പലത്തിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സൗവർണികയിലോട്ട് വന്നു. അവിടെ വന്നു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടുത്തെ വെള്ളം പണ്ടത്തെ പോലെയാണ് കേട്ടോ. ഭയങ്കര ഫ്രഷായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അപ്പം നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ നിന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നടക്കുകയാണ് കേട്ടോ ചെയ്തത്. സൗവർണികയിൽ നിന്ന് നമ്മുടെ റൂം വരെ നടക്കാനായിട്ട് അത്യാവശ്യം കുറേ ദൂരം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്ന് നമ്മൾ റൂമിലോട്ട് പോയി. പിന്നെ വൈകിട്ട് നമ്മൾ വീണ്ടും ദർശനത്തിന് വന്നു. അന്നേരം നമ്മളെന്താ സാരിയൊക്കെയാണ് കേട്ടോ എല്ലാവരും ഉടുത്തത്, സെറ്റ് സാരി അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ വൈകിട്ടത്തെ ദർശനത്തിനും അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ തൊഴുത് അങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് റൂമിലോട്ട് പോയത്. പിന്നെ അടുത്ത ദിവസം നമ്മൾ മൂകാംബികയിൽ നിന്ന് തിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ മൂകാംബിക വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ സി ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.